ഗൈസ് ഇന്ന് ഈ വീട്ടിനകത്താണ് നമ്മൾ കൊള്ളയടിക്കാൻ പോകുന്നത്. യെസ് ബോസ്. ഇതെന്തോന്നു? അത് പിന്നെ ആളെ തിരിച്ചറിഞ്ഞൂടാതിരിക്കാൻ ബോസ് അല്ലേ പറഞ്ഞത് മാസ്ക് വയ്ക്കണോ? എടി അതിനൊക്കെ സർജിക്കൽ മാസ്ക് വെക്കണം, ഊരി മാറ്റി. അത് ഒരു മാസ്കിന് 25 രൂപ ബോസ്. ഇതാകുമ്പോ 15 രൂപയ്ക്ക് എന്താണ് കിട്ടും. ശരിക്കും നമ്മുടെ ഉദ്ദേശം എന്തിനാണെന്ന് അറിയാല്ല. അല്ല ബോസ്, ശരിക്കും നമ്മൾ എന്തിനാണ് ഇവിടെ വന്നത്? നമ്മൾ നല്ല തുളസിയിലായിട്ട് ഇതിനകത്ത് നാവി പിടിക്കാനാണ് വന്നത്. എടി അലപരാധികളാണ് നമ്മൾ. കുറുവാ സംഘത്തിന്റെ പേരിൽ ഇതിനകത്ത് അടിച്ചു മാറ്റിയിട്ട് അവരെ തലയിൽ കൊണ്ട് വെക്കണം. നിന്റെയൊക്കെ പറയണ എടീ, അവിടെ നല്ലൊരു ബൈക്ക് ഇരിക്കണ കണ്ട കോൾ ഇവിടെ ഏതോ നല്ലൊരു അടിപൊളി ചെറുക്കുണ്ട് കേട്ടാ. എനിക്ക് സെറ്റാക്കുള്ളതായി. നിനക്ക് സെറ്റാക്കുന്ന നിനക്ക് 4-5 ലൈനില്ലേ? എനിക്ക് വേണം. എന്റെ പൊന്ന് ശല്യങ്ങളെത്തി വാ അടച്ചു അവര് എണീക്ക്, മിണ്ടാതെ കയറി വാ. ഞാൻ ഈ റൂമിൽ കയറാം, നിങ്ങൾ അപ്പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റി മിണ്ടാതെ പൊക്കോ. എടാ ഇതിനകത്ത് ഒരു പുല്ലും ഇല്ല. തൊട്ടപ്പുറത്ത് പോയ എന്തെങ്കിലുമൊക്കെ നിനക്കൊക്കെ കിട്ടും. പിടിച്ച് 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 ഞാൻ കീഴടങ്ങാൻ പോണ എന്നെ മാപ്പ് സാക്ഷിയാക്കണം. നിങ്ങളാര്? കുറുവാ സംഘത്തിൽ നിന്ന് വന്നേണ്. എന്റെ പൊന്നേച്ചി, എന്തൊരു കുറവെന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു വകയില്ല. ആകെപ്പാടുള്ളത് ഒരു കിളവി മാത്രമുണ്ട്. അതാണെങ്കിൽ ഇന്നോ നാളെ നിറഞ്ഞ് കിടക്കണം. ഞാനാണെങ്കിൽ ഒന്ന് കഴിച്ചിട്ട് പോലും ഇല്ല. പാവന്റെ ചെറുക്കന്റെ കാര്യം എടാ, അടുക്കളയിൽ അരിപ്പൊടി വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ പുട്ട വെച്ച് തരാം. ഈ ചെറു പ്രായത്തിൽ നീ ഇങ്ങനെ ഒന്നും തിന്നാതെ വെറുതെ പാവ പിള്ള മുഖമൊക്കെ കൊട്ടി. ഇവിടെ ഒരു പിണ്ണാക്കൂല, ആകെ ഒരു പഴത്തൊരു ചൂപ്പിയാണ്, ഒരു കിളവി മാത്രമേ. ബോസ് വന്ന കാര്യം നിൽക്കാ, നമ്മളാള് തന്നെ. ബോസ് ഇങ്ങനെ കുത്തി അടിച്ചിരിക്കുന്ന വല്ല പൊറോട്ടയോ ഫ്രൈഡ് റൈസോ വല്ല മാച്ചോണ്ടാ പിള്ള ആഹാരം കണ്ട കാലം മറന്നു.